ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് അങ്ങ് ഈ വിവരങ്ങൾ പറയുന്നത്. സംഘടനാപരമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപം പത്മകുമാർ തന്നെ ഉന്നയിക്കുന്നത്. അല്ല, മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം മുഖ്യമായും പാർട്ടി വീണ ജോർജിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ജോലി വളരെ സത്യസന്ധതയോടെ, വളരെ ആത്മാർത്ഥതയോടെ വീണ ജോർജ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വീണ ജോർജിൻ്റെ പ്രവർത്തനം. സംഘടനാപരമായി ഈ എല്ലാ മന്ത്രിമാർക്കും പൂർണ്ണമായി സമയം നീക്കിവെക്കാൻ കഴിയത്തില്ല. പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ പാർട്ടി പരിപാടികളിൽ കൃത്യമായിട്ട് തന്നെ വീണ ജോർജ് അറിയിക്കുന്ന പരിപാടികളിലെല്ലാം വീണ ജോർജ് പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ആ നിലയിൽ അവർക്ക് ലഭിക്കുന്ന ആ സമയം പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായിട്ട് തന്നെ വീണ ജോർജ് നിർവഹിക്കുന്നുണ്ട്. ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നെന്നാണ് പത്മകുമാർ പറയുന്നത്. ഇനി തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. എന്തുകൊണ്ടാണ് ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സമയക്കുറവാണോ എന്നുള്ള കാര്യമൊക്കെ പരിശോധനയിൽ വ്യക്തമാവേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, പാർട്ടി ഫോറത്തിൽ അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ഇപ്പോൾ പുറത്ത് പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ലാതെ വന്നുകൊണ്ടാണോ പരസ്യമായി അദ്ദേഹം പറയേണ്ടി വരുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഘടകം പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ്. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് സമ്മേളനത്തിന് ശേഷം രൂപീകരിച്ചിട്ടില്ല. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ്. ഞങ്ങൾ 12-ാം തീയതി ജില്ലാ കമ്മിറ്റിയുണ്ട്. ആ 12-ാം തീയതി ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം സംസ്ഥാന നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി അവരുകൂടി പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ പരിശോധിക്കും. ഇല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പിന്നീട് ഞങ്ങൾ അധികം താമസിയാതെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തീർച്ചയായിട്ടും പരിശോധിക്കും. സംസ്ഥാന ഭാരവാഹിത്വം വരുമ്പോൾ പത്തനംതിട്ട പോലെയുള്ള ജില്ലകളെയൊക്കെ അവഗണിക്കുന്നു എന്നുകൂടി ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രധാനപ്പെട്ട ചില നേതാക്കളെങ്കിലും പരിഗണിക്കേണ്ട സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ഒരിക്കലുമല്ല. പാർട്ടി സ്ഥാനങ്ങൾ ഒഴിവ് വരുന്നത് ക്രമത്തിലാണ് പരിഗണിക്കുക. സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തിക്കാൻ, ജില്ലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ ഏരിയയിൽ നിന്ന് പ്രവർത്തിക്കാൻ, ഓരോ ഘടകത്തിലും പ്രവർത്തിക്കാനുള്ള ചുമതലയാണ് പാർട്ടി നൽകുന്നത്. അത് കൃത്യമായിട്ടും അതിൻ്റെ സന്ദർഭങ്ങളിൽ അതാത് സമയങ്ങളിൽ ആ ചുമതല പാർട്ടി ഇപ്പോൾ തന്നെ 3 പേരില്ലേ സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. പത്തനംതിട്ട ജില്ല പോലെയുള്ള അംഗസംഖ്യയിൽ വളരെ കുറവുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട. അങ്ങനെ ഒരു ജില്ലയിൽ 3 പേര് സംസ്ഥാന സമിതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം, പാർട്ടി തന്ന വലിയൊരു അംഗീകാരമാണത്. അങ്ങ് വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞ സംഘടനാപരമായ കാര്യങ്ങളും പറയുന്നു. അപ്പം തന്നെ ജനപ്രതിനിധി എന്ന നിലയിലെ മികവാർന്ന പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പത്മകുമാർ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം അത് വ്യക്തമാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പി ദിവ്യ വളരെ ബോധപൂർവം ഗൂഢാലോചന നടത്തിയ അതിൽ പങ്കെടുത്തത് തുടങ്ങിയ ആരോപണങ്ങൾ. മാത്രമല്ല, നവീൻ ബാബുവിന്റെ ഭാര്യ പറഞ്ഞു CPM-ൽ വിശ്വാസമില്ല, നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്ന്. ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ മാറ്റമുണ്ടോ കുടുംബത്തിനൊപ്പം? പാർട്ടിയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി. വളരെ കർശനമായ നടപടികളാണ് പി ദിവ്യക്കെതിരെ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന ഒരു പാർലമെന്ററി സ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ നീക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് പാർട്ടി പോയത് തീർച്ചയായിട്ടും പ്രാഥമികമായി തന്നെ പി ദിവ്യയുടെ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. മാത്രമല്ല, വളരെ കർശനമായ നിയമ നടപടികളിലൂടെ കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയപ്പെട്ട നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി, അവർക്ക് സ്വാഭാവികമായിട്ടും കോടതിയെ സമീപിക്കാൻ, കാര്യങ്ങൾ നീക്കുക, അതെല്ലാം അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതിനെയൊന്നും നമ്മൾ ഒരു കാരണവശാലും അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായ നടപടി തന്നെയാണ് ഇക്കാര്യത്തിൽ. വളരെ കർശനമായ നടപടിയാണ്. അതുപോലെ തന്നെ പാർട്ടിയും വളരെ കർശനമായ നടപടിയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്.